പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കെ തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ദേശീയ നായകരെയും പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രവീന്ദ്രനാഥ ടാഗോർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ സംഭാവനകളെ സ്മരിച്ച പ്രധാനമന്ത്രി ബംഗാളിന്റെ സ്വത്വം സംരക്ഷിക്കപ്പെടുവാനുള്ള പോരാട്ടമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് സൂചിപ്പിച്ചു. ബംഗാൾ ഇന്ത്യയുടെ വിപ്ലവ വീര്യത്തിന്റെ കേന്ദ്രമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഡൽഹി ചലോ വിളിയും ടാഗോറിന്റെ സാംസ്കാരിക വിപ്ലവവും ഇന്ത്യയെ ഇന്നും നയിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബംഗാളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ വന്ദേ മാതരം എന്ന മന്ത്രം വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് ബംഗാളിന്റെ യഥാർത്ഥ സംസ്കാരത്തെ വീണ്ടെടുക്കാനാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ബംഗാളിന്റെ മണ്ണിൽ നിന്നാണ് ഈ മുദ്രാവാക്യം ഉയർന്നതെന്ന കാര്യം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതാക്കളല്ല, മറിച്ച് ബംഗാളിലെ ജനങ്ങളാണ് നയിക്കുന്നതെന്ന് മോദി പറഞ്ഞു. 15 വർഷം മുമ്പ് ഇടതുഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ചതുപോലെ ഇപ്പോഴത്തെ അരാജകത്വത്തിനെതിരെയും ജനരോഷം ഉയരുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJP അധികാരത്തിൽ വന്നാൽ ബംഗാളിന് ഡബിൾ എഞ്ചിൻ വികസനം ലഭിക്കുമെന്നും സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് ഫലം പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസംഗം വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബംഗാളിലെ തദ്ദേശീയ വികാരം BJPക്ക് അനുകൂലമാക്കാനുള്ള ശ്രമമായാണ് ഇതിനെ കാണുന്നത്. അതേസമയം എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിഖ്യാതമായ ആഹ്വാനം ഓർമ്മിപ്പിച്ച് മുദ്രാവാക്യം ഉയർത്തി ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിലെ മധുവ മേഖലയിൽ വോട്ടർ അഭ്യർത്ഥിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. തൃണമൂൽ കോൺഗ്രസിന്റെ മഹാജംഗൽ രാജിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരാമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നേതാജിയുടെ ആഹ്വാനം കേട്ട് രാജ്യമെല്ലാം നൽകി. ഇന്ന് ബംഗാളിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മോചിപ്പിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ മഹാജംഗിൽ രാജിൽ നിന്ന് മോചനം, തൃണമൂൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തലിൽ നിന്ന് മോചനം, തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിയിൽ നിന്ന് മോചനം, പെൺകുട്ടികൾക്ക് നേരെ ചെയ്യുന്ന പീഡനങ്ങളിൽ നിന്ന് മോചനം, തൊഴിലില്ലായ്മയിൽ നിന്ന് മോചനം, നുഴഞ്ഞു കയറ്റക്കാരിൽ നിന്ന് മോചനം, കലാപകാരികളിൽ നിന്ന് മോചനം, ഇന്ത്യൻ പൗരന്റെ രേഖകളും അവകാശങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് മോദിയുടെ ഉറപ്പ് എന്നും മോദി പ്രസംഗത്തിനിടെ പറഞ്ഞു.